മുത്തശ്ശിയാർക്കാവിലമ്മേ ഭഗവതി ഐശ്വര്യമേകുന്ന മാഹേശ്വരി ഭക്തർക്കനുഗ്രഹമേകുന്നൊരീശ്വരി കഷ്ടതയൊക്കെ അകറ്റിടണേ. മുത്തശ്ശിയാർക്കാവിലമ്മേ ഭഗവതി ഐശ്വര്യമേകുന്ന മാഹേശ്വരി ഭക്തർക്കനുഗ്രഹമേകുന്നൊരീശ്വരി കഷ്ടതയൊക്കെ അകറ്റിടണേ. ദാരിക നിഗ്രഹം ചെയ്വതിനായങ്ങു ഭൂവിതിൽ അവതരിച്ചീശ്വരിയായി വാളും ത്രിശൂലവും കൈകളിലേന്തുന്നു ദുഷ്ടസംഹാരിണി ഭദ്രകാളി. മുത്തശ്ശിയാർക്കാവിലമ്മേ ഭഗവതി ഐശ്വര്യമേകുന്ന മാഹേശ്വരി ഭക്തർക്കനുഗ്രഹമേകുന്നൊരീശ്വരി കഷ്ടതയൊക്കെ അകറ്റിടണേ. വേർതിരിഞ്ഞന്യോന്യം കലഹിച്ചു നിന്നൊരു അമ്മതൻ ഭക്തരെ ഒന്നു ചേർക്കാൻ മുത്തശ്ശിയായിങ്ങു പ്രത്യക്ഷമായതും തട്ടകം കാത്തതും അമ്മയല്ലേ. മുത്തശ്ശിയാർക്കാവിലമ്മേ ഭഗവതി ഐശ്വര്യമേകുന്ന മാഹേശ്വരി ഭക്തർക്കനുഗ്രഹമേകുന്നൊരീശ്വരി കഷ്ടതയൊക്കെ അകറ്റിടണേ. സാധനങ്ങൾ നിവേദ്യം തയ്യാറായതിനു ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും
അതിൻ്റെ സങ്കല്പം, അതിനെക്കുറിച്ച് ചില വാക്കുകൾ. അമ്മ, സഹോദരി, ഭാര്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാക്ഷാൽ പരാശക്തിയാണ് നമ്മുടെ കുടുംബത്തേക്ക് വരുന്നത് എന്നുള്ള സങ്കല്പം. ആ ശക്തിയില്ലെങ്കിൽ മഹാശിവൻ പോലും അനങ്ങാൻ സാധിക്കുകയില്ല എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. ഒരു പുരുഷായുസ്, ഒരു ആയുസ്സുള്ളവർ കുടുംബത്തിന് വേണ്ടി നീതി ജീവിക്കുന്ന അമ്മമാർ, ആ അമ്മമാരുടെ ഏറ്റവും വലിയ ഒരു പദവിയാണ് മുത്തശ്ശി എന്നുള്ള പദവി. നമ്മുടെ വീടുകളിൽ ഇന്ന് ഒരു കാലത്ത് കുട്ടികളെ വളർത്തിയിരുന്ന മുത്തശ്ശിമാരാണ്. മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെ പുരാണങ്ങളും സനാതനധർമ്മവും പഠിച്ച് വന്നിരുന്ന വീടുകളാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മുത്തശ്ശിമാരൊക്കെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ദുഃഖകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ തട്ടകം അതിന് തയ്യാറല്ലോ. മുത്തശ്ശിയാരെ പൂജിക്കുന്ന നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരിൽ ആ സക്കാൽ അരങ്ങാത്ത മുത്തശ്ശിയെ തന്നെയാണ് കാണുന്നത് എന്നും വിളംബരം ചെയ്യുന്ന ഒരു ചടങ്ങാണ് മാതൃവന്ദനം. ഈ തട്ടകത്തിൻ്റെ വന്ദനങ്ങൾ സമർപ്പിക്കാം. മുത്തശ്ശിയുടെ കാൽക്കൽ കണ്ണീരിക്ക് നാമങ്ങൾ മാതൃബന്ധത്തിന് ശേഷം പുറത്ത് വേദിയിൽ സാംസ്കാരിക സദസ്സ് ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ആ സാംസ്കാരിക സദസ്സിന് മുന്നിൽ ലോകത്തെ ഏറ്റവും ഓങ്കാരപ്പെട്ട അനുവാദം